ഡെസിമൽ സ്ക്വയേഴ്സ് ആണ്. പേജ് നമ്പർ 13 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊന്ന് ചെയ്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2.3. ഈ 2.3 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ 2.3യുടെ സ്ക്വയർ മീൻസ് 2.3 ഇൻറ്റു 2.3 ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ മെത്തേഡ് അവിടെ ഉപയോഗിച്ചാൽ മതി. എന്താണ് ഫസ്റ്റ്, അതായത് 2.3 എന്നതിനെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, അതായത് 2 + 0.3 എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആദ്യത്തെ നമ്പറിൻ്റെ, ഇതാണ് നമ്പർ, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുന്നു. 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു ലാസ്റ്റ് നമ്പർ ഇൻറ്റു 0.3 പ്ലസ് ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. എപ്പോഴും ഓർത്തോളുക, ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയറും ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയറും അറ്റത്തിലായിട്ട് എഴുതണം. ദെൻ ഇടയിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ 2 2s are 4 3s are 12 വരും. ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ 0.3 ഇൻറ്റു 0.3, അപ്പോൾ 3 3s are 9 വരും. അപ്പോൾ രണ്ട് സ്ഥാനം ഇങ്ങോട്ട് നോക്കി ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കുക. 7 നമ്മൾ ചെയ്തിരുന്നതാണ്. 0.3 ഇൻറ്റു 0.3 3 3s are 9 വരും. എത്ര ഡിജിറ്റ് മാറ്റി കുത്തിരണം? 1 പോയിൻറ്റിന് ശേഷം ഇവിടെ ഒരാൾ, അപ്പോൾ രണ്ട് സ്ഥാനം മാറ്റി കുത്തിരണം. സോ ആൻസർ ഈസ് 0.09 എന്ന് വരും. ഇനി ഇത് ആഡ് ചെയ്യുമ്പോഴോ, ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4.00 വന്നു, 1.2 വന്നു, 0.09. മനസ്സിലായത്? അതായത് പോയിന്റുകൾ എപ്പോഴും നേരെ കിടക്കണം, അത് ഓർത്തിരുന്നോളാം. സോ ഹിയർ 9 2, ആൻസർ ഈസ് 5.29. ഇതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തത് 8.7 എന്നുള്ളതാണ്. നമ്മളപ്പോൾ അതിനെ എങ്ങനെ എഴുതണം? 8 + 0.7 എന്ന് നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 8 8s are 64 എന്ന് എഴുതി. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് പോകാമേ. അതായത് 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 0.7 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ സ്ക്വയർ മാറ്റി എഴുതാം. 64 പ്ലസ് 8 7s are 56 ഇൻറ്റു 2 എന്ന് പറയുമ്പം 112 വരും. ഒരു പോയിൻ്റ് മാറ്റി കുത്തിടുന്നു. പ്ലസ് 7ൻ്റെ സ്ക്വയർ 7 7s are 49 ആണ്. സോ 0.49 വരും. സോ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 64 11.2, ആരും ഇല്ലെങ്കിൽ ഇവിടെ 0 കൊടുക്കുന്നത് തെറ്റില്ല കേട്ടോ. 0.49 വരില്ല. ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ 0 കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. സോ 9 6 5 7, ആൻസർ ഈസ് 75.69 എന്ന് വരും. ഓക്കെ, അടുത്തത് 10.1ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമ്മളെങ്ങനെ സങ്കല്പിക്കണം? 10 + 0.1 എന്ന് വിചാരിച്ച് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എഴുതി. പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ആ സ്റ്റെപ്പ് മറന്നേ പോകരുത് കേട്ടോ. 10ൻ്റെ സ്ക്വയർ 100 വരും. 2 ഇൻറ്റു 10 ഇൻറ്റു 0.1, 2 ഇൻറ്റു 10 20 വരും. 0.1 ഒരു ഡിജിറ്റ് മാറ്റി കുത്തിടുമ്പോൾ ഇത് ജസ്റ്റ് 2 എന്ന് വരും. 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.01. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ല. വേണമെങ്കിൽ നോക്കുക, 2 ഇൻറ്റു 10 20 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 20 തന്നെ വരും. ഒരു ഡിജിറ്റ് മാറ്റി കുത്തിടുക, കണ്ടോ? അപ്പോൾ ആൻസർ എന്തേ വരുള്ളൂ? 2. 0.1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0.1 ഇൻറ്റു 0.1, 1 1s are 1 വരും. എത്ര ഡിജിറ്റ് മാറ്റി കുത്തിടുക? 2 ഡിജിറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെറുതെ ഇതിവിടെ ഇങ്ങനെ എഴുതിയത്. നമുക്കിത് ആഡ് ചെയ്യാം. 100 പ്ലസ് 2 പ്ലസ് 0.01 ഇപ്പുറത്ത് എഴുതണം. മനസ്സിലായോ? 10.201, ആൻസർ 102.01. അഡീഷനൊക്കെ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ടീച്ചർ. ഓക്കെ, അടുത്തത് 12.5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമ്മളെങ്ങനെ സങ്കല്പിച്ചു? 12 + 0.5 എന്നെടുത്തു. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് വെച്ചാൽ 144 പ്ലസ് 12 2 24 ഇൻറ്റു 5, അല്ലെ 12 5 60 ഇൻറ്റു 2 120 വരും. എത്ര പോയിൻ്റ്? ഒരു ഡിജിറ്റ് മാറ്റി കുത്തിട്ടു. 0.5ൻ്റെ സ്ക്വയർ 25 ആണ്. 0.5ൻ്റെ സ്ക്വയർ 0.25 എന്ന് വരും.
എല്ലാം കൂടി ആഡ് ചെയ്യാം. 144 പോയിൻ്റ് ചുമ്മാ 2 സീറോ ഇട്ടോ, കാരണം ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഇത് 0.25 ഇങ്ങനെ വേണം ആഡ് ചെയ്യാൻ. സോ 5 2 4 2 6 4 1 5 1 156.25 എന്ന് വരും. അടുത്തത് ലാസ്റ്റ് വണ്ണാണ് 15.7. അതിൽ 15 പ്ലസ് 0.7 ദെൻ 15ൻ്റെ സ്ക്വയർ നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇനി എന്ത് ചെയ്യണം ഞാൻ? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു ലാസ്റ്റ് നമ്പർ 15 ഇൻറ്റു 7.7 പ്ലസ് 0.7 സ്ക്വയർ. സോ 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 15 2 30 ഇൻറ്റു 7 280 വരും അല്ലേ? ഒരു ഡിജിറ്റ് മാറ്റി കുത്തിട്ടു. പ്ലസ് 0.49 7 7s are 49. സോ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. 225.00. അടുത്തത് 28.00 0.49 ആഡ് ചെയ്തു. 9 4 8 5 13 2 2 4 1 5. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റുമോ എന്ന് ഡൗട്ട് നോക്കട്ടെ. മിസ്റ്റേക്ക് ഇവിടെയാണ്. 15 2 30 ഇൻറ്റു 7 3 7s are 21 ആണ്. ടീച്ചർ 28 എന്ന് എഴുതിപ്പോയി, സോറി കേട്ടോ. 21.0 ആണേ. എനിക്ക് ആഡ് ചെയ്തപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? അപ്പോൾ 5 1 6 2 2 4. സോ ആൻസർ ഈസ് 246.49. അപ്പോൾ ഈ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലൊരു പ്രോജക്റ്റ് പോലെ ഒരു വർക്ക് കിടപ്പുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ.